ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. PSC ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സാണിത്. അപ്പം എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ തന്നെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക, പഠിക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. ഡെയിലി ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോ ഇട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എൻ്റെ പേര് ഷമിൻ എന്നാണ്. ഞാൻ കണ്ണൂർ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അതുപോലെ തന്നെ അക്കാഡമി എഡ്യൂക്കേഷൻ ലാബിൽ ഒരു എഡ്യൂക്കേറ്ററും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിലിമിനറി സിലബസിലെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസിലെ സയൻസ് വിഷയത്തിൽ വരുന്ന മെയിനായിട്ടുള്ള ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള നാഷണൽ പോളിസീസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നാഷണൽ പോളിസീസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമുള്ള ദേശീയ നയങ്ങൾ. ഇപ്പോൾ ഒരു 1953 മുതൽ 2013 വരെ ഒരുപാട് ദേശീയ നയങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ആമുഖം ഞാൻ നിങ്ങൾക്കൊരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി, അതായത് ഒരു ടൈം ലൈൻ, വർഷങ്ങളുടെ ഒരു ടൈം ലൈനിൻ്റെ സഹായത്തോടു കൂടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും മലയാളത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് പേര് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുകയോ പേടിക്കുകയോ ചെയ്യേണ്ട. എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായി മനസ്സിലാവുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാഷണൽ പോളിസീസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ടൈം ലൈൻ ഒന്ന് നോക്കാം. 1958 സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ അഥവാ SPR വെച്ചാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. 1958 സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം 1983 ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് അഥവാ TPS, അതിലെടുത്ത പ്രധാനപ്പെട്ട ഡിസിഷൻസ് എന്തൊക്കെയാണ്, പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനുശേഷം 2003 സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി അഥവാ STP മായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് പിന്നെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി 2013 STIP ആയി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നോക്കുന്നത്. അപ്പോൾ നാഷണൽ പോളിസീസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ ഇന്നൊവേഷൻ എന്നുള്ള വാക്ക് ഏത് പോളിസിയിലാണ് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പോയിൻറ്റ്സ് ഓരോ പോളിസിയുമായിട്ടും റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കണം എന്നുള്ളത് നമുക്ക് ഈ വരുന്ന വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നോട്ട്സായിട്ട് പോയിൻറ്റ്സായിട്ട് എഴുതിയെടുക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾക്കിതിലുള്ള MCQ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് 1958 സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ SPR 1958 SPRുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ മലയാളത്തിൽ നോക്കി പഠിക്കാം. സയൻറ്റിഫിക് റെസൊല്യൂഷൻ പോളിസി SPR 1958 അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 1958 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇതിൻ്റെ നയരേഖ സർക്കാർ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഇന്ത്യയിലുള്ള ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സംരംഭത്തിനും ഒരു ശാസ്ത്രീയ മനോഭാവത്തിനും അടിത്തറയിടുകയാണ് ഈ സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ ചെയ്തത്. ഓക്കെ, ഇത് ഇന്ത്യയിൽ ശാസ്ത്ര സംരംഭത്തിനും ശാസ്ത്രീയ മനോഭാവത്തിനും അടിത്തറയിട്ടു. ഇനി രാഷ്ട്ര നിർമ്മാണത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സയൻസും ടെക്നോളജിയും നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്ന് ഈ നയം അംഗീകരിച്ചു. ഓക്കെ, അപ്പം SPR 1958 സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷനിലാണ് നമ്മുടെ രാജ്യനിർമ്മാണത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിർണായകമാണ് എന്ന നയം സർക്കാർ അംഗീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശാസ്ത്ര ഗവേഷണത്തിൽ ശാസ്ത്രീയ സംരംഭം വളർത്തിയെടുക്കുക, ഓക്കെ, ശാസ്ത്ര ഗവേഷണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പം പ്രധാനമായിട്ടും എന്താ പറയുക, ശാസ്ത്ര ഗവേഷണത്തിൽ കൂടുതലായിട്ടുള്ള സംരംഭങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുക. അതേപോലെ പിന്നെ ഗവേഷണങ്ങൾക്ക് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ R&D എന്ന് പറയും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിന് കൂടുതൽ വലിയ തോതിൽ അത് വർദ്ധിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ.
ഓക്കെ, അപ്പം ഈ SPR സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രാഥമികമായ ഒരു സയൻസ് പോളിസി ഡോക്യുമെൻ്റാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ, 1958 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇതിൻ്റെ നയരേഖ സർക്കാർ തയ്യാറാക്കുന്നത്. ഇത് ഇന്ത്യയിലെ ശാസ്ത്ര സംരംഭത്തിനും ശാസ്ത്രീയ മനോഭാവത്തിനും നമ്മുടെ രാജ്യത്ത് അടിത്തറയിട്ടു. രാജ്യത്തിൻ്റെ നിർമ്മാണത്തിന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളരെ നിർണായകമാണെന്ന് ഈ നയം അംഗീകരിച്ചു. ശാസ്ത്ര ഗവേഷണത്തിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വളർത്തിയെടുക്കുക, അതേപോലെ വലിയ തോതിൽ ശാസ്ത്ര ഗവേഷണങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അതേപോലെ തന്നെ ഇതൊരു സയൻസ് പോളിസി ഡോക്യുമെൻ്റ് ആയിരുന്നു. അപ്പോൾ SPR 1958 കുറിച്ചാണ് നമ്മൾ ഇത്ര നേരവും നോക്കിയത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി 58 കഴിഞ്ഞ് 80കളിലേക്ക് വരികയാണ്. ഓക്കെ, നമ്മൾ 1983 എത്തി. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് അഥവാ TPS 1983 കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1980കളുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ രാജ്യം ഒരു ശക്തമായൊരു വ്യാവസായിക കാർഷിക അടിത്തറ വികസിപ്പിച്ചിരുന്നു. ഒരുപാട് പഞ്ചവത്സര പദ്ധതികൾ പോലത്തെ കാര്യങ്ങളൊക്കെ വന്നല്ലോ. നമ്മുടെ രാജ്യം അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വളരെ ശക്തമായൊരു വ്യാവസായിക കാർഷിക അടിത്തറ വികസിപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവശേഷി വളരെയധികം വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാങ്കേതിക വികസനത്തിലൂടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിലൂടെ ആളുകളുടെ ലക്ഷ്യം നിറവേറ്റുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ്. ഈ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് സാങ്കേതിക വികസനത്തിലൂടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിലൂടെ ആളുകളുടെ അഭിലാഷം അല്ലെങ്കിൽ ആളുകളുടെ ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇവിടെ വളരെ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു വാക്യം സ്വാശ്രയത്വമാണ്, അഥവാ സെൽഫ് റിലയൻസ് എന്ന വേർഡ് പിന്നെ കൊണ്ടുവരുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ തദ്ദേശീയ സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള സാങ്കേതിക വിദ്യയുടെ ഉന്നമനത്തിലൂടെയും വികസനത്തിലൂടെയും സെൽഫ് റിലയൻസ് അഥവാ സ്വാശ്രയത്വം എന്നതാണ് ഇതിൻ്റെ സവിശേഷത. അപ്പോൾ സെൽഫ് റിലയൻസ് എന്നുള്ള വേർഡ് കൊണ്ടുവരുന്നത് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് TPS 1983 സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സ്വാശ്രയത്വം എന്ന വാക്ക് ഇതിൻ്റെ വളരെയധികം വലിയൊരു സവിശേഷതയാണ് ഈ ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് മന്ത്രാലയങ്ങൾക്കും വ്യവസായങ്ങൾക്കുമായിട്ട് വിശദമായൊരു മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഒരു സമിതി രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1980കളുടെ തുടക്കത്തിൽ ഇന്ത്യ വളരെ ഒരു വ്യാവസായിക ശക്തിയായി, വ്യാവസായിക കാർഷിക അടിത്തറ വികസിപ്പിക്കുകയും നമ്മുടെ മാനവ വിഭവശേഷി കൂടുകയും ചെയ്തു. ആ സമയത്ത് പിന്നെ മനസ്സിലായി സർക്കാരിന്, അതായത് പ്രധാനമായിട്ടും സാങ്കേതിക വികസനത്തിലൂടെയാണ് ആളുകളുടെ വികസനം നടക്കുക എന്ന് മനസ്സിലായി. അപ്പം പിന്നെ സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് എന്ന കോൺസെപ്റ്റിലേക്ക് സർക്കാർ വന്നു. അതിനായിട്ട് വ്യവസായങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഒരു സമിതി രൂപീകരിച്ചു. ഇത്രയുമാണ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1983 ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. നമ്മളിപ്പോൾ സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ നോക്കി 1958. ഇനി ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് നോക്കി 1983. ഇനി ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനപ്പെട്ട മറ്റ് 2 പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് നമ്മൾ കരുത്ത് നൽകാനായിട്ട് സാമ്പത്തിക സഹായം വേണം അല്ലേ. അപ്പോൾ തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് കരുത്തേകാനായിട്ട് സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി സാങ്കേതിക വികസന ഫണ്ട്, അതായത് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട് സ്ഥാപിച്ചു. അത് TPS 1983 ഒരു പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കെന്ത് വേണം? വികസനം വേണം, അതായത് സാങ്കേതിക വികസനം വേണം. അപ്പോൾ അതിന് ഫണ്ട് വേണം. അപ്പോൾ അതിനായിട്ട് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട് അഥവാ TDB ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട് സ്ഥാപിച്ചു. ഇപ്പോൾ TPSൽ വരുന്നൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണിത്. ഓക്കെ, പിന്നെ ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ TIFACും ഇതിലാണ് സ്ഥാപിച്ചത്. 2 കാര്യങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട് TDB സ്ഥാപിച്ചു. രണ്ടാമത്തത് ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ TIFAC സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നടന്നത്. 1983 ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് നടന്നത്. അപ്പം പിന്നെ ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടി പോയിൻറ്റ്സ് കേൾക്കാൻ പറ്റുവാണെങ്കിൽ കേൾക്കാൻ വേണ്ടി നോക്കും.
ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ടോപ്പിക്സ്, സയൻസിൻ്റെ ടോപ്പിക്ക് പുതുതായിട്ടുള്ള സിലബസാണ്, പുതിയ ക്ലാസ്സുകളാണ്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ പുതിയ ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ റിവൈസ്ഡ് സിലബസാണ് പ്രിലിമിനറിയുടെ. അപ്പം ടോപ്പിക്കുകളും വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു, ടിഫാക്കിനെ കുറിച്ച് സംസാരിച്ചു. ഇനി വേറൊരു പ്രശ്നം വന്നത് ഈ 1980 കഴിഞ്ഞ് 1991 ആയപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണം എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു. അതിൻ്റെ അർത്ഥം വിദേശ നിക്ഷേപങ്ങൾക്ക് വല്ലാതെ വഴിയൊരുക്കി നമ്മുടെ രാജ്യം, അല്ലേ? സ്വാഭാവികമായിട്ടും ഈ സെൽഫ് റിലയൻസ് എന്നുള്ള സ്വാശ്രയത്വം എന്നുള്ള കോൺസെപ്റ്റ് ചില കമ്പനികളുടെ പോളിസീസുമായിട്ട് മാച്ച് ചെയ്യാത്തൊരവസ്ഥയായി. അത് അവരെ നയങ്ങളുമായിട്ട് വിരുദ്ധമായി വന്നു. ഓക്കെ, അപ്പോൾ 90കളിൽ എന്ത് സംഭവിച്ചു? സാമ്പത്തിക ഉദാരവൽക്കരണം വരുന്നു, പിന്നെ വിദേശ നിക്ഷേപങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു, വിദേശ കമ്പനികൾ ഇവിടെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് റിലയൻസ് അഥവാ സ്വാശ്രയത്വം എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം 90കളൊക്കെ ആയപ്പോഴേക്കും അത് മറ്റ് പല കമ്പനികളുടെയും പോളിസീസുമായിട്ട് മാച്ച് ചെയ്യാതായി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 2003 സയൻസ് ആൻഡ് ടെക്നോളജി പോളിസിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി അഥവാ STP 2003. ഓക്കെ, അപ്പോൾ 2000 എന്ന മില്ലേനിയം, അല്ലേ, 2000 എന്നുള്ള സഹസ്രാബ്ദത്തിൻ്റെ തുടക്കത്തോടെ ഒരുപാട് ബഹുരാഷ്ട്ര സഹകരണങ്ങളും അതേപോലെ തന്നെ അടിസ്ഥാന ഗവേഷണ മേഖലയിൽ നിക്ഷേപമൊക്കെ വളരെയധികം ആവശ്യമായിട്ട് വന്നു. അപ്പം നമുക്ക് വളരെയധികം ഫോറിൻ കൺട്രീസിനെ ആശ്രയിക്കേണ്ട അവസ്ഥ, അവരുടെ സഹകരണവും അതേപോലെ തന്നെ നമ്മുടെ ഗവേഷണ മേഖലയിൽ വളരെയധികം ഉയർന്ന നിക്ഷേപങ്ങൾ നമ്മുടെ ഗവേഷണ മേഖലയിൽ വേണ്ട ആവശ്യമായൊരു ഘട്ടം വന്നു. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഗവേഷണ മേഖലയ്ക്ക് വേണ്ടി GDP നിക്ഷേപം കൊടുത്തിരുന്നു. ഈ GDP നിക്ഷേപം 2% ഉയർത്തുക എന്ന ലക്ഷ്യം ഇത് മുന്നോട്ട് വെച്ചു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 പ്രധാനമായിട്ടും നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത്, ഗവേഷണ വികസന മേഖലയിലേക്ക് വേണ്ട GDP നിക്ഷേപം 2% ഉയർത്തുക എന്ന ലക്ഷ്യം ഇതിൽ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും നമ്മുടെ സമൂഹത്തിനെയും സ്വാധീനിക്കുന്ന മേഖലകളിലേക്ക് ഗവേഷണവും വികസനവും കേന്ദ്രീകരിക്കുക, അല്ല അതിനെ നവീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഇത്രയും കാര്യങ്ങളും ഇതിൽ മെയിനായിട്ട് ഈ പോളിസിയിൽ എടുത്തൊരു ഡിസിഷനാണ്. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തിനെയും സ്വാധീനിക്കുന്ന മേഖലകളിലേക്ക് കേന്ദ്രീകരിച്ച് ഗവേഷണവും വികസനവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ വേറൊരു ടേം പ്രധാനമായിട്ട് വരുന്നത് ക്രോസ് പോളിനേഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സയൻറ്റിഫിക് റിസർച്ച് എന്നാണ്. അതായത് ഇൻഡസ്ട്രിയും വ്യവസായവും വ്യാവസായികപരമായ സ്ഥലങ്ങളിൽ സയൻറ്റിഫിക് റിസർച്ചും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ക്രോസ് പോളിനേഷൻ കോൺസെപ്റ്റ് വരുന്നതും ഈ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 അപ്പോൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കുക, ക്രോസ് പോളിനേഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സയൻറ്റിഫിക് റിസർച്ച് ഓർത്ത് വെക്കുക, GDP ഇൻവെസ്റ്റ്മെൻറ്റ് 2% ഗവേഷണ മേഖലയിലേക്ക് ഉയർത്തിയ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി STIP 2013. സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി STIP 2013. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നോവേഷൻ എന്നൊരു വാക്ക് ഈ പോളിസി ആദ്യമായി കൊണ്ടുവരുന്നു. ഓക്കെ, 2010 മുതൽ 2020 വരെയുള്ള ഡെക്കേഡിനെ നവീകരണത്തിൻ്റെ ദശകമായിട്ടാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ ഈ നയത്തിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഈ പോളിസിയിലാണ് ഇന്നൊവേഷൻ അഥവാ നവീകരണം എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നത്. അപ്പം വളരെ നിർണായകമായൊരു കാര്യമാണ് ഇന്നൊവേഷൻ എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നത് ഈ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി STIP 2013. ഇതിന് മുന്നേ ഉള്ള പോളിസികളിലൊന്നും ഇന്നൊവേഷൻ എന്നുള്ള വാക്ക് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യയുടെ വികസനമാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്, നവീകരണം. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു പോളിസി കാരണം നമ്മുടെ രാജ്യത്തിന് ആഗോളപരമായിട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരുപാട് ഗ്ലോബൽ സയൻസ് സംരംഭങ്ങളിലൊക്കെ ഇന്ത്യക്ക് പങ്കാളിത്തം വഹിക്കാൻ പറ്റി. ഓക്കെ, ഈ നയം കാരണമാണ് അത് ഇന്ത്യക്ക് പറ്റിയത്. അതായത് ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി, ഓക്കെ, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ, ഇൻ്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെൻ്റൽ റിയാക്ടർ, സ്ക്വയർ കിലോമീറ്റർ എറേ, ഇത്തരത്തിലുള്ള മെഗാ സയൻസ് ഗ്ലോബൽ മെഗാ സയൻസ് ഇവൻറ്റ്സിലൊക്കെ സംരംഭത്തിലൊക്കെ ഇന്ത്യക്ക് പങ്കാളിത്തം വഹിക്കാൻ സഹായിച്ചത് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി STIP 2013. അപ്പോൾ അതിൽ 2010 മുതൽ 2020 വരെയുള്ള വർഷത്തെ നവീകരണത്തിൻ്റെ ദശകമായി മൻമോഹൻ സിംഗ് പ്രഖ്യാപിക്കുന്നു. ഈ നയത്തിൻ്റെ ഭാഗമായി ഇന്നൊവേഷൻ എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നു.
പോളിസിയിൽ കൊണ്ടുവരുന്നു. ഇത് കാരണം ഇന്ത്യക്ക് ഒരുപാട് ആഗോള സംരംഭങ്ങൾ, സയൻസ് സംരംഭങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വളരെയധികം വർദ്ധിപ്പിക്കാൻ ഈ നയം സഹായിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈം ലൈനിൽ നോക്കിയത്. 1958 സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ SPR നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് TPS 1983 നമ്മൾ നോക്കി. സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി STP നമ്മൾ നോക്കി. സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി 2013 നമ്മൾ നോക്കി. അതിൽ സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ SPR എന്നത് പ്രധാനമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിനും അഭിവൃദ്ധിക്കും ശാസ്ത്രവും സാങ്കേതികവിദ്യയും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു പോളിസി ഡോക്യുമെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഗവേഷണത്തിൽ ശാസ്ത്ര ഗവേഷണത്തിൽ സംരംഭങ്ങൾ വികസിപ്പിക്കുക, ശാസ്ത്ര ഗവേഷണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് ശാസ്ത്രവും സാങ്കേതികവിദ്യയും നിർണായകമാണെന്ന് ഈ നയം അംഗീകരിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെ രാജ്യത്ത് ശാസ്ത്ര സംരംഭത്തിനും ശാസ്ത്രീയ മനോഭാവത്തിനും അടിത്തറയിട്ടു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കീഴിലുള്ള സർക്കാരാണ് ഇത് നയരേഖ ഇതിന് തയ്യാറാക്കിയത്. പിന്നെയുള്ളത് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കിയത്. 1980കളുടെ തുടക്കത്തിൽ നമ്മളൊരു വളരെ ശക്തമായ വ്യാവസായിക കാർഷിക അടിത്തറ വികസിപ്പിക്കുന്നു, മാനവ വിഭവശേഷി കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാങ്കേതിക വിദ്യയുടെ വികസനമാണ് ആളുകളുടെ വികസനത്തിലേക്ക് എത്തുക എന്ന് മനസ്സിലാകുന്നു. സ്വാശ്രയത്വം എന്ന് പറയുന്ന സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് TPC 1983 കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനായിട്ട് മന്ത്രാലയങ്ങളും കാര്യങ്ങളൊക്കെ രൂപീകരിക്കുന്നു. അപ്പോൾ സാങ്കേതിക വികസനത്തിന് വേണ്ട ഫണ്ടുകളും സമിതി രൂപീകരിക്കുന്നു. അപ്പോൾ സാങ്കേതിക വികസനത്തിന് വേണ്ട ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ വേണം. അതിന് നമ്മൾ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട് TDB സ്ഥാപിക്കുന്നു. അതേപോലെ ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ TIFAC സ്ഥാപിക്കുന്നു. ഓക്കെ, പക്ഷേ 1990കളൊക്കെ ആയപ്പോഴേക്കും സാമ്പത്തിക ഉദാരവൽക്കരണം വരുന്നു, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അപ്പോൾ ഇത് മറ്റ് കമ്പനികളുടെ പോളിസിയും സർക്കാർ പോളിസിയും തമ്മിൽ ചേരാതെ വരുന്നു. അപ്പോൾ 2000 തുടക്കം അല്ലെങ്കിൽ 2003 ആയപ്പോഴേക്കും ബഹുരാഷ്ട്ര കമ്പനികളുടെ സഹകരണം വളരെയധികം കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ ഗവേഷണ മേഖലയിൽ ഉള്ള GDP നിക്ഷേപം 2% ഉയർത്തുന്നു. ക്രോസ് പോളിനേഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സയൻറ്റിഫിക് റിസർച്ച്, അതായത് ഇൻഡസ്ട്രികളും ശാസ്ത്രീയപരമായ റിസർച്ചുകളും തമ്മിലൊരു ഇൻ്റർലിങ്കിങ് കണക്ഷൻ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസിയിൽ വരുന്നു. അതിനുശേഷം പിന്നെ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി STIP 2013 ഇന്നോവേഷൻ എന്ന വാക്ക് പ്രധാനമായിട്ടൊരു നിർണായക ഘടകമായി അംഗീകരിക്കുന്നു. ഇത് കാരണം ഇന്ത്യക്ക് ഒരുപാട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ സയൻസ് ഇവൻറ്റ്സിലൊക്കെ സംരംഭത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നു. 2010 മുതൽ 2020 വരെയുള്ള വർഷത്തെ ആ സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നവീകരണത്തിൻ്റെ ദശകമായി കണക്കാക്കുന്നു. ഇതിന് പുറമെ പ്രധാനമായിട്ടുള്ള കുറച്ച് റിലേറ്റഡ് പോളിസീസാണ് നമുക്കുള്ളത്. അതിൽ ഇന്നോവേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോളിസികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ പോളിസീസ് എല്ലാം പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നോവേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നാഷണൽ IPR പോളിസി, MSME പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ടാക്സ് ഇൻസെൻറ്റീവ്സ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പ്ലാൻ, നാഷണൽ ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് പോളിസി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ MHRD വഴിയും സെൻട്രൽ ഗവൺമെൻറ് വഴിയും സ്റ്റേറ്റ് ഗവൺമെൻറ് വഴിയും ഉണ്ടായിട്ടുണ്ട്. എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയി ബന്ധപ്പെട്ട് അതേപോലെ ഒരുപാട് പോളിസീസ് വന്നിട്ടുണ്ട്. ടെക്നോളജി വിഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ റിസോഴ്സ് ഷെയറിങ് ആൻഡ് ആക്സസിബിലിറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ റിലേറ്റ് ചെയ്ത് അതിൻ്റെ വർഷവും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം പുതിയൊരു ടോപ്പിക്കാണ്, അതിൽ എഫേർട്ട് ഇട്ടിട്ടാണ് മലയാളത്തിലേക്ക് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ലിങ്ക് ഷെയർ ചെയ്യുക. മെറ്റീരിയൽസ് കാര്യമായിട്ട് നെറ്റിൽ നോക്കിയാൽ നിലവിൽ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് മലയാളത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ലിങ്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, സജസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.